ഹലോ ഗൈസ്, ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ഇൻട്രോ എടുക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ചേച്ചിയാണെങ്കിൽ ഒരുങ്ങയാണ് അവിടെ. ഞാൻ കാണിച്ചു തരാവേ. ഗൈസ്, ഞാനിങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ഒരുങ്ങയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ Hello, I am Malavika I am Deepika and you are watching Malavika Deepika Vlogs. ഗൈസ്, നിങ്ങൾ പാറുമായിരിക്കും ആദ്യമേ ഇൻട്രോ എടുത്തത് കണ്ടല്ലേ. ഞാനിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. പാറു ഒരുങ്ങി കഴിഞ്ഞ് വേഗം ഫോൺ എടുത്തോണ്ട് പോയിട്ട് ഇൻട്രോ എടുത്തതാണ്. ഞാനിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ അമറാത്തിലെ ലുലുവിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം മെയിനായിട്ട് എവിടെ പോകുന്നത്, എന്തിനാണ് പോകുന്നത്? ഫണ്ടൂരയിലോട്ടാണ് പോകുന്നത്. മെയിനായിട്ട് കളിക്കാനാണ് പാറു അല്ലേ. പാറു എനിക്ക് അത്രയ്ക്കില്ല, പാറുവിനും കൂടുതലായി കളിക്കാനാണല്ലോ ഇഷ്ടം. അവർക്ക് ഇങ്ങനെ പാർക്കൊക്കെ ഇഷ്ടമാണ്. പറഞ്ഞോ. എനിക്ക് പാർക്കിലും റോസ് പാർക്കിലും അങ്ങനത്തെ ഉള്ള എല്ലാ പാർക്കിലും ഒക്കെ എനിക്കിഷ്ടം. പിന്നെ ഫണ്ടൂറയാ ലുലു മാൾ. നമ്മളെ തിരുവനന്തപുരത്തെ ലുലു മാളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് ഇപ്പോഴും ലുലു മാളിലൊക്കെ പോയിട്ട് വരുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ടൈമാണ് പോകുന്നത് ഫണ്ടൂറയിലേക്ക്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മഞ്ചേശ്വരങ്ങളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുവാണ്. പാറക്കുട്ടി ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. രണ്ട് വീഡിയോസിലൊക്കെ അമ്മയായിരുന്നു വോയിസ് ഓവർ കൊടുത്തിരുന്നത്. ഈ വീഡിയോയ്ക്ക് ഞാൻ അങ്ങ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതി. അപ്പം ഞാനാണ് ഇന്നത്തെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഐക്കല്ലൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ കൂടി വളഞ്ഞാണ് വേറി വന്നത്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ മലയിലോട്ട് കയറി. മലയിൽ കയറിയത് കുറച്ച് നാളായതാണ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഷോർട്സ് ഇട്ടായിരുന്നു തോന്നുന്നു. ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ ഈ മലയുടെയൊക്കെ നിങ്ങൾ ഇട്ടില്ലേ, ഞങ്ങൾ ഇട്ടായിരുന്നു. എന്താ കണ്ണാടിയോട് ഇഷ്ടം കൂടിയത് എന്താവോ എന്നൊരു പാട്ട്. ആ പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇട്ടിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പഞ്ഞിമൂടയല്ല, ഇതൊരു വീടുകളാണ്. ഇവിടെ വെള്ള കളറിലാണല്ലോ എല്ലാ വീടും ഉള്ളത് ഒമാനിൽ. അപ്പോൾ നമ്മൾ ആ മലയുടെ മണ്ടയിൽ കൂടി പോകുമ്പോൾ നമുക്ക് ആ മസ്കറ്റിലെ വീടുകളെല്ലാം കാണാമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മലയൊക്കെ ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ വീടാണ് നമ്മൾ അവിടെ കണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പും ഉണ്ടായിരുന്നല്ലോ. ഇത് പാർക്ക്, പിന്നെ ചെടികൾ, ഇതൊക്കെയാണ് പാർക്കും ഇതൊക്കെ പോലത്തെയാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ സൈഡ്സിലായിട്ട് നല്ല ഭംഗിയുള്ള ചെടികളാണുള്ളത്, ബുഷസ് പോലെ. പിന്നെ ഈന്തപ്പനം ഡേയ്സിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലെത്തി. അപ്പം അമറാത്തിലെ ലുലു ഹൈപ്പറിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മളെത്തി. അങ്ങനെ അതിനുള്ളിലോട്ട് പോവുകയാണ്. നമ്മൾ സത്യത്തിൽ പറഞ്ഞിരുന്നു മെയിനായിട്ട് പോകുന്നത് നമ്മൾ ഫണ്ടൂറ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. ഫണ്ടൂറയിലേക്കൊട്ട് പോകാനാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ എത്തി. ഞാൻ പിന്നെ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിവിടെ ഫണ്ടൂറയിൽ നിൽക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫണ്ടൂറ എന്നല്ല. കണ്ടോ, ഫണ്ടാസ്മോ എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ ഫണ്ടൂറ എന്നാണ് വിളിച്ച് ഫണ്ടൂറ എന്നാക്കി. അപ്പം നമ്മൾ കാർഡ് ഇത് ചെയ്യുവാണ്. കാർഡിനുള്ളിൽ പൈസ കയറ്റി അതാവുമ്പോൾ നമ്മുടെ മെഷീൻസ് നമ്മൾ കളിക്കുന്നതിനുള്ളിൽ അവിടെ തന്നെ ഒരു ഇതുണ്ട്, നമ്മുടെ പൈസ പോലത്തെ സാധനത്തിൻ്റെ റേറ്റ് ഉണ്ട്. ആ റേറ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കാർഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആ പൈസ അങ്ങ് പോകും. ആ മെഷീൻ പിന്നെ ഓണാകും. അങ്ങനെ നമ്മൾ ആദ്യം കയറിയതാണ് ഇത്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഉയർന്നിങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ആ മാട് മുഴുവൻ കാണാമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. മാത്രമല്ല ഇങ്ങനെ ഇത് ബാക്കിൽ ഇങ്ങനെ സ്ഥലം പോകുന്നുണ്ട്. അതേമാതിരി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു.
അത് കഴിഞ്ഞ് ഇതിനകത്താണ് കയറിയത്. ഇതിലും മറ്റേതുകൊണ്ട് അവിടെ ഒരു കാർഡുണ്ട്. ആ കാർഡിൽ ഇങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ പാറു നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു എന്ന് നിങ്ങൾ കരുതുന്നു, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കാം. അതിലിങ്ങനെ വെച്ച് നോക്കാം. അതാണ് ഇപ്പോൾ പാറു നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ഉണ്ട്. കണ്ട അച്ഛൻ നിൽക്കുന്നതിന് ഇപ്പുറത്തായിട്ട് അതിലിങ്ങനെ കാർഡ് കൊടുക്കും. നമുക്കതിനകത്തുനിന്ന് കാണാൻ പറ്റും നമ്മുടെ പൈസ എന്നിട്ട് അത് ഓണാകുകയും ചെയ്യും. അങ്ങനെ ഇത് ഞങ്ങൾ കാറും കളിച്ചു. പക്ഷേ ഇത് ഓണല്ല കേട്ടോ, ഇത് ഓണല്ലായിരുന്നു. പാറു ഇങ്ങനെ ചുമ്മാ ആക്കുവാണ്. ഞാൻ പാറുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എടീ ഇത് ചുമ്മാതാണെന്ന്. അപ്പം ഇത് പാറുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അവൾ ചെയ്തില്ല, അവൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് അവൾ ചുമ്മാ കയറിയിരുന്ന് എന്തൊക്കെയൊക്കെ കാണിച്ച് തിരിച്ചും മറിച്ചിട്ടും അവളൊന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ വേറെ ഒരെണ്ണത്തിലോട്ട് പോയി. ഇത് ഞാൻ ഗ്രീൻലാൻഡിൽ പോയപ്പം എന്നെ ടൂറ് പോയപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറ് പോയപ്പോൾ ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്കൂളിൽ നിന്ന് പോകത്തില്ല ടൂറ്, അതിൽ നിന്ന് പോയപ്പോഴാണ് നമ്മളിത് അവസാനമായിട്ട് കയറിയത്. നമ്മൾ അല്ല, ഞാൻ മാത്രം. ഗ്രീൻലാൻഡിൽ അടൂറിലാണ്ടാണ് പോയത്. പിന്നെ ഇത് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ബൈക്കിൻ്റെ ഇതിനകത്താണ് കയറിയത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. നമ്മളെ കാർഡ് കൊടുത്തിട്ട് തന്നെ മഞ്ചേശ്വരങ്ങളാണ് ചെയ്തത്. പാറുവിൻ്റെ നേരത്തെ ഓണായി, പക്ഷേ എൻ്റെ കുറച്ച് വൈകിയാണ് ഓണായത്. കണ്ടോ, ഇപ്പോഴാണ് ഓണായത്. അങ്ങനെ ഞങ്ങൾ അതും കളിച്ചു. ഇത് നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ബോൾ ഇങ്ങനെ എറിയുന്നതായിരുന്നു. അത് ഏറ്റവും നല്ലതായിരുന്നു. കാരണം എനിക്ക് അതിൽ നിന്നാണ് കുറേ ടിക്കറ്റ്സ് കിട്ടി. എനിക്ക് കൂടുതൽ കിട്ടി, പാറുവിനും കുറേ കിട്ടി. അതിനകത്തോട്ട് കണ്ടോ, ഇതിനകത്ത് വളയത്തിലോട്ട് ഇങ്ങനെ നമ്മൾ ബോൾ ഇടുമ്പോൾ അതിനകത്ത് വീഴുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടി, ആ ടിക്കറ്റ്സ് കിട്ടും. അതാണ് നമ്മുടെ ഗെയിം. ഗൈസ് ദാണ്ട് ഇതും ഇഷ്ടപ്പെട്ടു. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുറേ ഏലിയൻസ് പോലത്തെ സാധനങ്ങൾ വരും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അതിനെ വെടിവെച്ച് അതിനെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുനിന്നും കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് ടിക്കറ്റ്സ്. ഇതും കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കണ്ടൂരെ കയറിയതിൻ്റെ കാർഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കാണിക്കുമ്പോഴാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ തീർന്നു, നമുക്ക് കുറേ ടിക്കറ്റൊക്കെ കിട്ടിയ കാര്യം. അപ്പോൾ ഗൈസ് പാറുവും ഞാനും കൂടി ആ ലാപ്ടോപ്പിലൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോയ്സിൻ്റെ സെക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ നമ്മുടെ സോഫാസ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ബോട്ടിൽ, പൗച്ച്, പിന്നെ സ്കൂൾ ബാഗ്, അല്ലാത്ത ലേഡീസിൻ്റെ ബാഗ്, പിന്നെ ബാംഗിൾസ് ഉണ്ടായിരുന്നു, ഇയറിങ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ, ഡ്രസ്സ് സൈതും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ചെരുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ലുലുവിലാണല്ലോ പോയത്. അത് കഴിഞ്ഞ് താഴത്തെ ഫ്ലോറിൽ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സോഫയിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇരിക്കാനുള്ളൊരിതുണ്ട്. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് അവിടെ വന്ന് ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കാറിൽ കയറി. അന്നേരം ഞങ്ങളൊരു ജ്യൂസ് എടുത്തു. ആ ജ്യൂസാണിത്. നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസായിരുന്നു. പിന്നെ ഞങ്ങൾ ആ മലയുടെ കൂടി തന്നെയാണ് തിരിച്ചും പോയത്. ഞാൻ ഫ്രണ്ട് വ്യൂ എടുത്തതാണ്. കാറുകളും ഉണ്ട്, പിന്നെ ഇതാ മലകളും ഉണ്ട്. നമ്മുടെ മലയിൽ കയറുമ്പോൾ ഭയങ്കരമായിട്ട് ചെവിയാണ്.
അതാണ് വലിയൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.